വർഷം 2020. നമ്മുടെ കോച്ച് ഓലെ ഗുണർ സോൾഷ്യർ. ഇവിടെ പോഗ്ബ ഇഞ്ചേർഡ് ആവുന്നു, മെക്ടോമിനി ഇഞ്ചേർഡ് ആവുന്നു. നമ്മുടെ മിഡ്ഫീൽഡ് ബാലൻസ് ഇല്ല, നമുക്കൊരു ക്രിയേറ്റിവിറ്റി ചെയ്യാൻ ആരുമില്ല, നമുക്ക് ഔട്ട്പുട്ട് തരാൻ ആരുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു സംഭവത്തെ, ഒരു പ്ലെയറിനെ നമ്മൾ കൊണ്ടുവരികയാണ് നമ്മുടെ ടീമിലോട്ട്. അതും ജാനുവരി വിൻഡോയിലാണ്. ആ പ്ലെയർ വരുമ്പോൾ നമ്മുടെ പല ഫാൻസും അല്ലെങ്കിൽ മീഡിയയും സംസാരിച്ച ഒരു വിഷയം, ഈ പ്ലെയറിന് ശരിക്കും നമുക്ക് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ പ്ലെയറിന് ഇങ്ങനത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് ഔട്ട്പുട്ട് തരാൻ പറ്റുന്നൊരു പ്ലെയറാണോ ഇദ്ദേഹം എന്നുള്ള ചോദ്യങ്ങൾ ധാരാളം ഉയർന്നിരുന്നു. എന്നിട്ട് നമ്മുടെ ചില ഫാൻസ് പ്രഷറിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലബിൻ്റെ ഒരു അന്നത്തെ ഒരു എന്തോ നല്ല ബുദ്ധി തോന്നിയിട്ട് ഈ പ്ലെയർ നമ്മൾ കൊണ്ടുവരികയാണ്. ഈ പ്ലെയർ വരുന്നത് സ്പോർട്ടിംഗ് ലിസ്ബൺ എന്ന ക്ലബിൽ നിന്നായിരുന്നു. ആ ക്ലബിൽ നിന്നും ഈ പ്ലെയർ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്തിച്ചതിന് ശേഷം ആ സ്പോർട്ടിംഗ് ലിസ്ബണിൻ്റെ ഒരു ഫാൻ എഴുതിയ കുറച്ച് വാചകങ്ങളുണ്ട്, ഞാൻ ഇവിടെ വായിക്കാം. You have no idea the deal you're getting. He is way more than just a great player. He attacks and defends constantly throughout the whole game. He does sprints at the end of the game to prevent a counter-attack even though we are winning by more than one goal. He is the first guy to show his face when things are bad. The first one to push his teammates to give 200% on the pitch. He attends the youngster games regularly, welcomes new signings to the team and helps them in whatever way they need in their daily lives to settle. He lives and breathes the club he is in. A leader in every sense of word. The best player I have seen in my club for last 30 years of my life. I can't even imagine the locker room without him. But I wish him and United all the luck. ഈ പ്ലെയറുടെ പേര് ബ്രൂണോ മിഗ്വേൽ ബോർഗെ ഫെർണാണ്ടസ്. നമ്മുടെ സ്വന്തം ബ്രൂണോ ഫെർണാണ്ടസ്, ദ പോർച്ചുഗീസ് മാഗ്നിഫിക്കോ. ബ്രൂണോ 2020 നമ്മുടെ ക്ലബിലോട്ട് കയറി വരുന്നത്. ആ 2020 ഫസ്റ്റ് ഗെയിമിന് ശേഷം ഇത്രയും ഗെയിം നമ്മൾ കണ്ടു ബ്രൂണോ നമ്മുടെ ടീമിനോട് കളിക്കുന്നത്. പല മാനേജേഴ്സ്, പല കോച്ചസ്, പല സിറ്റുവേഷൻസ്, കയോട്ടിക്, ഹാപ്പി മൊമെൻറ്റ്സ്, സാഡ് മൊമെൻറ്റ്സ്, പല പ്ലെയേഴ്സ്, അങ്ങനത്തെ പല 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 സിറ്റുവേഷനിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോയെങ്കിലും അവിടെ ഒരൊറ്റ ആൾ നമ്മുടെ ക്ലബിന് വേണ്ടി എന്നും നിലകൊണ്ടു. അയാളുടെ പേരാണ് ബ്രൂണോ ഫെർണാണ്ടസ്. 312 ഗെയിംസ്. ദ ബെസ്റ്റ് എബിലിറ്റി ഈസ് അവൈലബിലിറ്റി. ഒരു പ്ലെയർക്ക് വേണ്ട ദ ബെസ്റ്റ് എബിലിറ്റി ഈസ് അവൈലബിലിറ്റി. അത് ഞാൻ എപ്പോഴും പറഞ്ഞൊരു സംഭവമാണ്. ആസ് എ ഫുട്ബോളോ അവർക്ക് വേണ്ട സംഭവം എന്താണെന്നുണ്ടെങ്കിൽ അവൈലബിലിറ്റിയാണ്. നമുക്കറിയാം ബ്രൂണോ എത്രയോ വിരലിലെണ്ണാവുന്ന അത്രയും സമയം മാത്രം അല്ലെങ്കിൽ അത്രയും ദിവസങ്ങൾ മാത്രമാണ് ബ്രൂണോ നമ്മുടെ ക്ലബിൽ നിന്ന് ഇഞ്ചേർഡ് ആയിട്ടുള്ളൂ. വളരെ മിനിമൽ 1-2 ഗെയിംസ് ചിലപ്പോൾ മിസ്സായി കാണും. 6 വർഷത്തിനിടയിൽ 312 ഗെയിംസ് ബ്രൂണോ കളിച്ചു. അതിൽ 103 ഗോൾസ്, 97 അസിസ്റ്റ് വളരെ ദൂരമൊന്നുമല്ല, അടുത്ത് തന്നെയാണ്. 103 പെട്ടെന്ന് തന്നെ ആവും. ഒരു പേടിയും പേടിക്കണം, കാരണം ഇയാളുടെ പേര് ബ്രൂണോ ഫെർണാണ്ടസ് എന്നാണ്. അതിൻ്റെ കൂടെ 2 ട്രോഫി. 6 വർഷമായിട്ട് ഒരു ട്രോഫി ഇല്ലാതെ നടന്ന നമ്മുടെ ടീമിലോട്ട് 2 ട്രോഫി ആ ട്രോഫി എത്തിച്ചതിൻ്റെ ഒരു പിന്നക്കിളായിട്ട് നിന്ന ഒരു മനുഷ്യനാണ് ബ്രൂണോ ഫെർണാണ്ടസ്. ഇപ്പോൾ നമ്മുടെ എൽ ക്യാപിത്താനോ, അവർ ഓൺ ദ നമ്പർ 8 ജേഴ്സി അണിയുന്ന ബ്രൂണോ മിഗ്വേൽ ബോർഗെ ഫെർണാണ്ടസ്, അവർ ഓൺ നമ്പർ 10, അവർ ഓൺ ക്യാപ്റ്റൻ, അവർ ഓൺ ക്രിയേറ്റീവ് മെഷീൻ. കെവിൻ ഡിബ്രോയിനെ വരെ ചാർട്ടിൽ ഫസ്റ്റ് വെച്ച പേര്, ആരാണ് ഏറ്റവും ക്രിയേറ്റീവ് പ്ലെയർ അല്ലെങ്കിൽ ആരാണ് ദ ബെസ്റ്റ് CAM സെൻറ്റർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന് ചോദിച്ചപ്പോൾ ഫസ്റ്റ് വെച്ച പേര് ബ്രൂണോ ഫെർണാണ്ടസ്. ചോദ്യം ചോദിച്ചു, അപ്പോൾ ഉത്തരം പറഞ്ഞത് ഡിബ്രോയിൻ ഇങ്ങനെയാണ്: ഹീ ഈസ് ക്രിയേറ്റീവ് മെഷീൻ. അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഞാൻ നേരത്തെ വായിച്ച നമ്മുടെ സ്പോർട്ടിംഗ് ലിസ്റ്റിൽ എഴുതിയ വാചകങ്ങൾ, അതിലേതെങ്കിലും ഒരു വാചകം തെറ്റാണെന്ന് ഏതെങ്കിലും യുണൈറ്റഡ് ഫാനോ ഏതെങ്കിലും ഫുട്ബോൾ കാണുന്ന ഫാനോ തെളിവ് സഹിതം ഇവിടെ വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഈ പണി നിർത്തും. അതാണ് ബ്രൂണോ ഫെർണാണ്ടസ് എന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റൻ തരുന്ന വിശ്വാസം, ട്രസ്റ്റ്. പിന്നെ നമ്മുടെ ഇടയിൽ തന്നെ പല ഫാൻസും ബ്രൂണോ ഫെർണാണ്ടസിന് കുറ്റം പറയുന്ന ഫാൻസ് ഉണ്ട്. കളിക്കിടയിൽ കുറ്റം പറച്ചിൽ സ്വാഭാവികമാണ്, കാരണം ഒരു കളി നടക്കുമ്പോൾ അതിന് ഫ്രസ്ട്രേഷൻ്റെ ഭാഗമാണ് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് കൂടാതെ ബ്രൂണോ ഫെർണാണ്ടസിനെ റേറ്റ് ചെയ്യാത്ത കുറേ പേര് നമ്മുടെ ഫാൻ ബേസിലുണ്ട്. കുറേ പറഞ്ഞാൽ കുറച്ചധികം പേരുണ്ട്, ഫുട്ബോൾ ലോകത്തുമുണ്ട്. എനിക്ക് അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനത്തെ ഒരു മനുഷ്യനെ നിങ്ങൾ റേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഫുട്ബോൾ കാണാൻ അർഹരല്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. മിസ്റ്റർ മോഡേൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയർ,
അതാണ് ബ്രൂണോ ഫെർണാണ്ടസ്. സർ അലക്സിൻ്റെ ഇറയ്ക്ക് ശേഷം 2013 ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരുത്തിയ സൈനിങ്ങിലെ ദ ബെസ്റ്റ് സൈനിങ് ഈസ് ബ്രൂണോ ഫെർണാണ്ടസ്. കാരണം അത് ഔട്ട്പുട്ട് കൊണ്ട് മാത്രമല്ല, ഓൺ ആൻഡ് ഓഫ് ദ വിച്ച് മൂപ്പർ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി നോക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വായിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും എന്തൊക്കെയാണ് ബ്രൂണോൻ്റെ ക്വാളിറ്റീസ് എന്നുള്ളത്. ഓൺ ദ പിച്ച് നമ്മൾ പലവട്ടം ബ്രൂണോൻ്റെ അസിസ്റ്റുകളും ഗോളും കണ്ടിട്ടുണ്ട്. നമ്മളത് കണ്ട് വണ്ടറടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ചെങ്ങായി അസിസ്റ്റ് കൊടുത്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ചെങ്ങായി ആ ഒരു ആംഗിളിൽ നിന്ന് ഗോളാക്കിയത്. അതേപോലെ തന്നെ ഞാനിതിവിടെ പറഞ്ഞേ പറ്റൂ ഈ സംഭവം. കാരണം ഈ മനുഷ്യൻ ബ്രൂണോ ഫെർണാണ്ടസ് എന്ന ഈ മനുഷ്യനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫാൻസ് പ്രാർത്ഥിക്കുമ്പോൾ, അതായത് ദൈവമേ ഞങ്ങളുടെ ടീം തോറ്റ് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം സമനിലയിലാണ്, ഞങ്ങൾക്ക് ജയിക്കൊരു ഗോൾ വേണം, ആരാണ് ഞങ്ങൾക്ക് ഈ ഗോൾ കണ്ടെത്തി തരുന്നത്, ആരാണ് ഞങ്ങൾക്ക് ആ ഗോൾ കണ്ടെത്താനുള്ള അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. 100-ൽ 99 തവണയും 2020 ശേഷം അത് നടത്തിയിട്ടുള്ളത്, ബ്രൂണോ ഈ ക്ലബിലോട്ട് വന്നതിന് ശേഷം നടത്തിയിട്ടുള്ളത് ഈ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്നും പറയുന്നത് എൻ്റെ ക്ലബിൽ ഇപ്പോൾ ഉള്ള മോഡേൺ ഡേ ലെജൻഡാണ്. ഈ ബാഡ്ജ് ധരിക്കാൻ അർഹനായ ഒരേ ഒരു പ്ലെയറാണ് ബ്രൂണോ മിഗ്വേൽ ബോർഗെ ഫെർണാണ്ടസ്. അതിനെടുത്ത് പറയും. കാരണം നമ്മൾക്ക് പല ലെജൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ പിള്ളേർ കളി കാണുന്നതിൽ ആരാണ് നിങ്ങളുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെജൻഡ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ പേരേ ഉണ്ടാവുള്ളൂ. അയാളുടെ പേര് ബ്രൂണോ ഫെർണാണ്ടസ് മാത്രമാണ്. 6 വർഷമായിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ ഓരോ മാച്ചിലും നമ്മുടെ ജേഴ്സിക്ക് വേണ്ടി വേർത്ത് പണിയെടുത്ത് പെർഫോം ചെയ്യുന്ന ഒരൊറ്റ മനുഷ്യൻ ഇയാൾ മാത്രമേ ഉള്ളൂ. ആൻഡ് കൺസിസ്റ്റൻസി അത് എല്ലാ കളിയിലും ഉപരി കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ബ്രൂണോ ഫെർണാണ്ടസ് ഫോർ യു ഓർ ബ്രൂണോ ഫെർണാണ്ടസ് ഫോർ എസ്. കാരണം ഇങ്ങനത്തെ ഒരു പ്ലെയർ നമ്മുടെ ടീമിലുള്ളതിൽ നമ്മൾ അഭിമാനിക്കണം. അതേപോലെ തന്നെ നമ്മൾ സന്തോഷിക്കണം. ഇങ്ങനത്തെ ഒരു പ്ലെയർ ഇനി നമ്മുടെ ടീമിലോട്ട് വരുമെന്ന് ചോദിച്ചാൽ മേ ബി ഉണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. നമ്മൾ പല പ്ലേയേഴ്സും പല ടൈപ്പ് ഓഫ് പ്ലേയേഴ്സും നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കുപ്പായി അണിഞ്ഞിട്ടുണ്ട്. അതിൽ പലരും ലെജൻസ് ഉണ്ട്. പക്ഷേ ഇത്രയും കയോട്ടിക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു പ്ലെയർ ഇനി വന്ന് പെർഫോം ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി പോസിബിൾ അല്ല എന്നുള്ളതൊരു പരിധി വരെ ഞാൻ പറഞ്ഞു വയ്ക്കും. കാരണം അതിന് മെൻറ്റാലിറ്റി വേണം, അതേപോലെ തന്നെ ഗട്ട്സ് വേണം, ഗട്ട്സ് തന്നെ വേണം. ഞാൻ ഈ ടീമിനെ ലീഡ് ചെയ്യും, ഇത്രയും കയോട്ടിക് സിറ്റുവേഷൻസിൽ ഞാൻ ഈ ടീമിനെ ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ ചങ്കൂറ്റുമുള്ള ആ മാഞ്ചസ്റ്റർ ജേഴ്സി ഇട്ട് മുന്നോട്ട് വന്ന് ചങ്കൂറ്റം കാണിക്കാനുള്ള പറ്റിയ ഒരേ ഒരു ലീഡർ അത് ബ്രൂണോ ഫെർണാണ്ടസ് തന്നെയാണ്. പല ക്വാളിറ്റീസ് ഉണ്ടാവും, പല നെഗറ്റീവ്സ് ഉണ്ടാവും, പല പോസിറ്റീവ്സ് ഉണ്ടാവും ബ്രൂണോയ്ക്ക്. പക്ഷേ എന്നും ഞാൻ പറയും, നമ്മുടെ ടീമിന് നെടും തൂൺ അത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. അത് ബ്രൂണോ ഫെർണാണ്ടസ് പോകുന്നവരെ അയാൾ തന്നെയായിരിക്കും. ഒരു മാറ്റം വരാൻ പോകുന്നില്ല അതിൽ. അതിന് ഇപ്പോൾ ഏത് കോൾ പാമർ വന്നാലും, മോർഗൻ റോജേഴ്സ് വന്നാലും, ഏത് എംബാപ്പെ വന്നാലും, ഇവിടെ ബ്രൂണോ കഴിഞ്ഞ ഒരു പ്ലെയറിന് ക്വാളിറ്റി കാണിക്കാൻ പറ്റൂ. കാരണം അയാളുടെ ദേഹത്ത് ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജേഴ്സി, റെഡ് ഡെവലിൻ്റെ ജേഴ്സി പറ്റി പിടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അത് വലിച്ചെറിഞ്ഞാലും പോവില്ല. അതാണ് യുണൈറ്റഡ് DNA ഒരു പ്ലെയറുടെ ദേഹത്ത് കയറിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരുന്നത്. ദാറ്റ് ഈസ് ബ്രൂണോ ഫെർണാണ്ടസ്. ദാറ്റ് ഈസ് അവർ ക്യാപ്റ്റൻ, എൽ ക്യാപിറ്റാനോ, പോർച്ചുഗീസ് മാഗ്നിഫിക്കോ. നമുക്ക് പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ട്രോഫി ഡ്രൗട്ട് നമുക്ക് പറഞ്ഞിരുന്നു. കറബാവ് കപ്പ് എടുത്തതിന് ശേഷം എല്ലാവരും പറഞ്ഞു, കറബാവ് കപ്പ് ഒരു കപ്പാണോ, നിങ്ങളൊരു FA കപ്പോ അല്ലെങ്കിൽ ഒരു പ്രീമിയർ ലീഗോ ഒരു ചാമ്പ്യൻസ് ലീഗോ എടുക്കുന്നുള്ളത്. എനിക്കിന്നും സങ്കടമുള്ളൊരു കാര്യം ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു പ്രീമിയർ ലീഗോ ചാമ്പ്യൻസ് ലീഗോ ഇല്ല എന്നുള്ളതാണ്. കാരണം അത് എൻ്റെ ടീമിലാവണമെന്നില്ല, പക്ഷേ വേറൊരു ഏതെങ്കിലും ഒരു ടീമിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് ബ്രൂണോയ്ക്ക് എന്തെങ്കിലും സ്വന്തമാകാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. എൻ്റെ ഒരു വിഷ് ലിസ്റ്റിലുള്ള സംഭവമാണ്. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആവണമെന്നില്ല, പക്ഷേ ഏത് ടീം ആയിക്കോട്ടെ. ഐ വോണ്ട് ഹിം ടു വിൻ എ പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻസ് ലീഗ്. പ്രീമിയർ ലീഗ് സാധ്യത കുറവാണ്, പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ഐ വോണ്ട് ഹിം ടു വിൻ. കാരണം ഹീ ഈസ് ദാറ്റ് ക്വാളിറ്റി. ഹീ ഈസ് എ ക്രിയേറ്റീവ് മെഷീൻ. ഹീ ഈസ് മിസ്റ്റർ കൺസിസ്റ്റൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ കറബാവ് കപ്പ് എടുത്ത സമയത്ത് പല ഫാൻസ് മോക്ക് ചെയ്തു. കറബാവ് കപ്പ് ഒരു ചെറിയ കപ്പല്ലേ, നിങ്ങളൊരു FA കപ്പ് അതൊക്കെ എടുക്കുന്നുള്ളത്. ആ FA കപ്പ് നമ്മുടെ ഓൾഡ് ട്രാഫോർഡിലൂടെ തിരിച്ചു വരാൻ സഹായിച്ച, അതിന് വഴിയൊരുക്കിയ ഒരു മെയിൻ താരം ഈസ് ബ്രൂണോ ഫെർണാണ്ടസ്. ആർക്കും മറക്കാൻ പറ്റാത്ത ആ വേൾഡ് ക്ലാസ് അസിസ്റ്റ് കൊടുത്തൊരു പ്ലെയറാണ് ബ്രൂണോ ഫെർണാണ്ടസ്. ആ കോബീൻ്റെ ഗോൾ വരുന്നത് വെറുതെ തട്ടിയിട്ടതല്ല. അതിൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പങ്ക്, അയാളുടെ വിഷൻ, അയാളുടെ കാലിബർ, അയാളുടെ ക്വാളിറ്റി കാണിച്ചു തന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. ആൻഡ് ദാറ്റ്സ് വൈ ഐ താങ്ക് ഹിം. കാരണം നമ്മുടെ ക്ലബിലോട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു മെയിൻ ട്രോഫി എത്തിച്ചതിൽ പ്രധാന ഘടകം ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. പല ഫൈനൽസ് നമ്മൾ കളിച്ചിട്ടുണ്ട്. ആ ഫൈനൽസൊക്കെ കളിച്ചതിലും ബ്രൂണോ ഫെർണാണ്ടസ് ആണ് മെയിൻ താരം. പല ബിഗ് ഗെയിംസിലും ആര് ടേൺ അപ്പ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ there is only one answer. That is Bruno Miguel Borge Fernandes, our El Capitano. താങ്ക് യു ബ്രൂണോ ഫെർണാണ്ടസ്. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ
എൻ്റെ ക്ലബിനോട് ചെയ്യുന്ന, ബ്രൂണോ ഫെർണാണ്ടസിനോട് ചെയ്യുന്ന വലിയൊരു അനീതിയായിരിക്കും. കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ വീഡിയോ ചെയ്തതിൽ പിന്നെ എന്തിനാണോ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ കാലഘട്ടത്തിലെ മിസ്റ്റർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഒരു യഥാർത്ഥ ഫാനല്ല. ആൻഡ് ദാറ്റ്സ് വൈ ഐ ഡിഡ് ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ബ്രൂണോ മൊമെൻറ്റ് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ദിസ് ഈസ് മിറാജ് signing off by thanking Bruno Fernandes for the amazing 6 years. We hope to see you here again. And more, your qualities, we want to see it at Manchester United. Thank you, Bruno. This is Miraj signing off from Stratford Signal. See you again.